ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തോ പനിയാ, ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇങ്ങനെ ചുമച്ചും ഒക്കെ ആയിട്ടിരിക്കുക. ഭയങ്കര പനിയാണ്. നോക്കിക്കേ, ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എന്തറിയാമോ? തൈര് സാദം. എൻ്റെ കെട്ടിയവൻ കുറേ നാളോട് പറയുന്നുണ്ട്, തൈര് സാദം ഒന്ന് ഉണ്ടാക്കിയിടന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചൊന്ന് ഉണ്ടാക്കിയേക്കാം. അതിന് പൊന്നിയേരി ഞാൻ ഒരു ഏകദേശം നാഴി അളവാണിത്. അതിലൊരു ഒന്നേകാൽ ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി നമുക്ക് നിന്ന് വേവിച്ചുകൊണ്ട് വരണം. അപ്പോൾ വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ നമ്മൾ ശകലം ഉപ്പൂടിട്ടങ്ങ് വേവിച്ചാൽ മതി. നോക്കി, നമ്മുടെ ചോറ് പൊന്നിയേരി നന്നായി വെന്തിട്ടുണ്ട്. തൈര് സാദം എന്ന് പറയുന്നത് തന്നെ നല്ലോണം കുഴഞ്ഞിരിക്കുന്ന ഇതല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഉടയ്ക്കണം. നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു കപ്പ് ഞാൻ അരി അളന്നെടുത്ത ആ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് ഒഴിച്ച് ഞാൻ ചോറിന് ഉപ്പിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പിന്നെ ഉപ്പിട്ടില്ല, കാരണം ഇപ്പോൾ നോക്കിയിട്ട് ഉപ്പുണ്ട്. നമ്മുടെ ഈ പരിപ്പോടെ ഉണ്ടാക്കുന്ന വടപ്പരിപ്പുണ്ടല്ലോ, അത്, പിന്നെ നമ്മുടെ മുളക്, വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് നെയ്ക്കകത്ത് ഇഷ്ടമുള്ളതെങ്കിൽ നെയ്ക്കകത്ത് ഇതിനകത്ത് വറുത്തിടാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ച് മല്ലിയിലയൊക്കെ വിതറണം. അപ്പം ഞാൻ ആദ്യം ഒന്ന് കടുക് വറക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക്, കടുക് പൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ട ഈ വടപ്പരിപ്പ്, കടലപ്പരിപ്പ് ഇത് അങ്ങോട്ട് ഇടുക. വറ്റൽമുളക് ഇടുക. കറിവേപ്പില ഇടുക. മല്ലിയില നമുക്ക് ലാസ്റ്റ് ഇടാം. നെയ്ക്കകത്ത് ചെയ്യേണ്ടവർക്ക് നെയ്ക്കകത്ത് ചെയ്യാൻ കേട്ടോ. ഞാൻ നെയ്ക്കകത്തും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ചെയ്യുന്നത്. ഇത് മൂത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇതിലേക്ക് ഇടുകയാണ്. ചോറിലേക്ക് ഈ കടുവറുത്ത എല്ലാം കൂടെ ഇടുകയാണ്. ഇനി നമുക്ക് വേണ്ടത്
ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് തൈര് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് നമുക്ക് വേണ്ടത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു വെള്ളമൊക്കെ വറ്റിച്ച പാലാണ്. ഇച്ചിരി കൊഴുപ്പിലെടുത്തേക്കാണ്. ആ പാല് ശകലം ഇതിലേക്ക് ഒഴിക്കും. അത് ഇത് നമ്മൾ ഉടനെ ഇളക്കത്തില്ല. നമ്മൾ ഉടനെ ഇളക്കാതെ നമ്മളിത് അടച്ചു വെച്ചേക്കും. അപ്പോൾ നമ്മളിത് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഈ പാലും തൈരും കൂടെ ഒക്കെ ഒന്ന് ഉറയാവുന്ന പോലുള്ള ഒരു രീതി വരും. അത് നമ്മൾ നന്നായിട്ട് കുഴച്ച് അങ്ങനെ കഴിക്കുമ്പോൾ എനിക്കല്ലാതെ കഴിച്ചതിനേക്കാളും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പം തമിഴ്നാട്ടിലെ ആഹാരമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ. ഭഗവതി ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന ഒരു ടിപ്പാണിത്. ഇതിനകത്ത് ഒരു ശകലം പാലൊഴിച്ചൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ച് കഴിയുമ്പോൾ ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഈ പാലും തൈരും കൂടെ ഒന്ന് ഉറയാവും. ആ ഉറയാവുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഇത് ചോറ് ഇളക്കി കഴിക്കുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നമ്മളൊന്നും ചെയ്യണ്ട. ഇത് നമ്മൾ അടച്ചു വെക്കാം. മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെക്കാം. മല്ലിയില അങ്ങ് മാറ്റി വെച്ചതാണ്, അത് മറന്നുപോയേനെ. മല്ലിയിലയും കൂടി ഇട്ട് ഞാനിത് അടച്ചു വെക്കുവാണ്. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തുറക്കത്തുള്ളൂ. ഇത് നോക്കിയേ, ഞാനൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് പിന്നീട് തുറന്ന് നോക്കിയത്. നോക്കിക്കേ, തൈര് സാദം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, തൈര് സാദം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചിലപ്പോൾ ഞങ്ങൾ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ ഉള്ളിയും മുളകും കൂടെ പൊട്ടിച്ച് അങ്ങനത്തെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അത് മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ചമ്മന്തിയൊക്കെയാണ് ചിലപ്പോൾ ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ ഈ മെഴുക്കുരട്ടി ഉണ്ടാക്കും. ഞങ്ങൾക്ക് മെഴുക്കുരട്ടി കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ അച്ചാറുകളെല്ലാം, ഓണത്തിൻ്റെ വകയായിട്ടുള്ള അച്ചാറുകളെല്ലാം ഇരിപ്പുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു പപ്പടം കാച്ചാം. അങ്ങനെയൊക്കെ നമുക്കിത് കഴിക്കാം. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. താങ്ക് യു.